ലേഡീസ് ആൻഡ് ജെന്റിൽമാൻസ്, ഒന്ന് പുഞ്ചിരിക്കൂ. വെരി നൈസ്. ചിരിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, ചിരിക്കുക എന്നുള്ളതും വളരെ വലിയൊരു കഴിവാണ്. 2 ഇഞ്ച് ചുണ്ടിനെ വികസിപ്പിക്കുന്ന ഒരു വികസന പ്രവർത്തനമാണ് ചിരി എന്ന് പറഞ്ഞിട്ടുള്ളത്. മറ്റാരുമല്ല, ഇരുമ്പ് ജോണിയോ ശ്രാങ്കോ റാവത്തറോ എന്നല്ല, നമ്മുടെ മലയാളികളുടെ പ്രിയപ്പെട്ട നമ്മുടെ രമേശ് ചേട്ടനാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ചിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മലയാള സിനിമയിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ല ചിരി സമ്മാനിച്ചിട്ടുള്ള കലാകാരന്മാരെ സമ്മാനിച്ചിട്ടുള്ളത് നമ്മുടെ മലയാള സിനിമയല്ലേ. സിനിമയിൽ മാത്രമല്ല, രാഷ്ട്രീയത്തിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും. എത്ര വലിയ രാഷ്ട്രീയ പ്രതിസന്ധികൾക്കിടയിലും നമ്മളെ നോക്കിക്കൊണ്ട് എന്തൊക്കെയാണോ ശിവൻ തന്നെയല്ലേ എന്ന് ചോദിച്ച ലീഡറും എൻ്റെ മൈക്കൊക്കെ ഇപ്പം എങ്ങനെ പോകുന്നുണ്ടോ എന്ന് ചോദിച്ച നമ്മുടെ സഖാവ് നായനാരും നമുക്ക് നല്ല ചിരിയോർമ്മകളാണ്. ഈ 2 ആൾക്കാരെ പറ്റി പറയുന്ന കൂട്ടത്തിൽ എൻ്റെ മാമൻ ശങ്കരൻ മാമനെ പറ്റി പറഞ്ഞിട്ടില്ലേ, അതൊരു നന്ദി കേട്ടായിപ്പോ. ഗടാഗടിയന്മാരായ 5 പശുക്കൾക്കൊപ്പമായിരുന്നു പുള്ളിയുടെ ജീവിതം. സിന്ധു, ബിന്ദു, ഹേമ, പിന്നെ ലൈല എന്ന് പറയുന്ന ഒരു ആട്ടുംകുട്ടിയും പി അനിൽകുമാർ എന്ന് പറയുന്ന ഒരു പോത്തും. നിങ്ങൾ ചോദിക്കും, ആരെങ്കിലും പോത്തിനൊക്കെ പി അനിൽകുമാർ എന്നൊക്കെ പേരിടുമോ? പുള്ളിക്ക് ചൂഹി ചവള എന്നിട്ടൊരു പൂച്ചക്കുട്ടി ഉണ്ടല്ലോ. ഞാൻ അതിൻ്റെ അടുത്ത് പോകില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂച്ചക്കുട്ടിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തെങ്കിലും പേര് ദോഷം വന്നു പോയാൽ പിന്നെ വന്നു പോയത് തന്നെയാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു ദിവസം മൂപ്പരെ ലൈലക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു വയറുവേദന വന്ന്, അങ്ങനെ വെറ്റിനറി സർജനെ കാണാൻ വേണ്ടിയിട്ട് കുന്നുമ്മല് നമ്മുടെ ഡോക്ടറെ കാണാൻ വേണ്ടി ചെന്നപ്പോൾ അവിടെ നിൽക്കുകയാണ് കുന്നുമ്മൽ ലീലേന്റെ നല്ല കിങ്കാനെ പോലെയുള്ള ഒരു അടിപൊളി മുട്ടനാട്. നമ്മുടെ ലൈലേനെ കണ്ട ഉടനെ തന്നെ നമ്മുടെ കിങ്കാൻ, ലൈല ഐ ലവ് യു, ഇവർ തമ്മിൽ ഭയങ്കര പ്രേമത്തിലായി. ഈ ഇരുകാലികൾ തമ്മിലുള്ള ഈ ഒരു ബന്ധത്തിലേക്ക് ഈ 4 പ്രണയം മാറി. അങ്ങനെ മാമനും മാമിയും കൂടിയും വിവാഹിതരായി. അവർക്ക് ആ ബന്ധത്തിൽ ഒരു ഉണ്ണി ഉണ്ടായി. ആ ഉണ്ണീന്റെ പേരാണ് ഉണ്ണി. ഉണ്ണി നിങ്ങൾ വിചാരിച്ച മാതിരിയല്ല. സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മളെ അടുത്തൊക്കെ ആൾക്കാരും ഉണ്ടാവില്ല. ഉണ്ണിക്ക് ചുറ്റുമാണ് കുട്ടികളെല്ലാവരും ചേർന്ന് നിൽക്കുന്നത്. കാരണം ഉണ്ണി ഭയങ്കരമായിട്ട് തമാശകൾ പറയും. ഉണ്ണീനോട് ഒരു ദിവസം നമ്മുടെ മാഷ് പറഞ്ഞ്, നിങ്ങളിങ്ങനെ തമാശയൊക്കെ പറയുന്നത് നല്ല തന്നെയാണ്, പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ ഉണ്ണി, നമ്മൾ ഇന്ന് മരം ഒരു വരം എന്ന സംഗതിനെ പറ്റിയിട്ട് ഒരു പ്രബന്ധം എഴുതാൻ വേണ്ടി പോവാ. എല്ലാവരും എഴുതി കഴിഞ്ഞ് നോക്കുമ്പോൾ മാഷ് ഉണ്ണീനെ അടുത്തേക്ക് വിളിച്ച്, ഉണ്ണി ഇങ്ങോട്ട് വാ, ഗംഭീരായിട്ടുണ്ട്, നിങ്ങൾ ബാക്കിയുള്ള കുട്ടികളൊക്കെ ഇവനെ കണ്ട് പഠിക്കണം. എന്താ ഇവൻ്റെ ഒരു സംഭവം? ഇവൻ വെറും ഉണ്ണിയല്ല, തനി രാവണനാണ്. കാരണം 10 തലയാ ഇവന്. ഉണ്ണിയെ ഇങ്ങോട്ട് വാ, ഇനി ആ നാട്ടുമാവിൻ്റെ ചോട്ടിൽ നടന്നിട്ടുള്ള സംഗതി എന്താന്നുള്ളത് നാട്ടുപാട്ടാക്കരുത്. കാരണം ശാന്ത ടീച്ചറെ കാര്യമോ ഇനി ആലോചിക്കണം, എൻ്റെ കുടുംബം പോയാലും കുഴപ്പമില്ല. അങ്ങനെ ഒരു ദിവസം ഹിന്ദീൻ്റെ സെബാസ്റ്റ്യൻ മാഷ് ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ ഉണ്ണീനോട് വെച്ച്, തും കർത്താവായി വരുമ്പോൾ ഹോ, ഞാൻ പറഞ്ഞുതരാം, ഇനി പറഞ്ഞോന്ന് ഹോ ഹോ ഹോ, തും കർത്താവായി വരികയാണെങ്കിൽ ഹോ കൃഷ്ണനായിട്ട് വരൂ എൻ്റെ മാഷേ, ഹോ കൃഷ്ണനായിട്ട് വരുന്ന നിങ്ങളൊരു വിശ്വാസവും നിങ്ങളൊരു രീതിയൊക്കെ അനുസരിച്ച് കർത്താവായിട്ട് വരുമായിരിക്കും. നമ്മളൊരു വിശ്വാസവും നമ്മളൊരു ആചാരമൊക്കെ അനുസരിച്ച് കൃഷ്ണനായിട്ട് വരും. സംഗതി വർഗീയ വിഷയമാണ്. ബൽഗൻ അതിനകത്ത് തൊട്ട് കളിക്കണ്ട. എന്താണെന്ന് അറിയില്ല, ഇവൻ്റെ ഈ ഒരു പോക്കൊക്കെ ആയിട്ട് മാഷിൻ്റെ ഒരു ശാപം എന്താണെന്ന് അറിയില്ല. ഇവൻ 10ാം ക്ലാസ് അങ്ങനെ കടന്നു പോയില്ല. ഇവൻ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഇവൻ കാർഷിക മേഖലയിലേക്ക് ഇറങ്ങി. കൃഷി, അതേപോലെ തന്നെ ഇടയ്ക്ക് ചെറിയ ചെറിയ പശു വളർത്തൽ അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഇവൻ്റെ വീടിനോട് ചേർന്നിട്ട് തൊട്ടിപ്പുറത്താണ് തുളസീൻ്റെ വീട്. തുളസീൻ്റെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മതിലിനപ്പുറത്ത് തുളസീൻ്റെ വീടും ഇപ്പുറത്ത് ഉണ്ണീൻ്റെ വീടും. ഉണ്ണി ഇവിടെ ഉണ്ടാകുന്ന കാച്ചിലും ചേമ്പും ഒക്കെ തുളസിക്ക് എറിഞ്ഞു കൊടുക്കും. തുളസി അവിടുന്ന് ഉണ്ണി വാങ്ങിയൊക്കെ എടുത്തിട്ട് ഉണ്ണിക്ക് എറിഞ്ഞു കൊടുക്കും. ഉണ്ണി ഇവിടുന്ന് ചേമ്പെടുത്ത് അങ്ങോട്ട് എറിഞ്ഞു കൊടുക്കും. ഉണ്ണി അപ്പം ഇങ്ങോട്ട് എറിഞ്ഞു കൊടുക്കും. അങ്ങനെ ഒരു ദിവസം എന്തായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ണി അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വലിയൊരു തണ്ണിമത്തൻ ഇവൻ ആദ്യമായിട്ട് ഇത് തുളസിക്ക് കൊടുക്കണമെന്നുള്ള വലിയൊരു ആഗ്രഹം ഉണ്ടായി. അങ്ങനെ ഇവനതെന്ത് പണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്തിട്ട് ഒരു ദിവസം അവളുടെ വീട്ടിലേക്ക് എറിഞ്ഞപ്പോൾ തുളസിക്ക് ഇത് പിടിക്കാൻ പറ്റിയില്ല. പക്ഷെ അത് താഴത്തേക്ക് പോയില്ല കേട്ടോ. മുറ്റത്ത് കിടന്ന് യോഗാഭ്യാസം ശവാസനം ചെയ്തുകൊണ്ടിരുന്ന ഇവളുടെ അച്ഛൻ്റെ നെഞ്ചത്ത് വീണ് അയാൾ കഥ കഴിഞ്ഞ്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് ഉണ്ണിക്ക് നേരെ കേസ്. പക്ഷേ അന്വേഷണമൊക്കെ കഴിഞ്ഞ് സംഗതി പുറത്ത് വന്നപ്പോഴാണ് കാര്യം പിടുത്തം കിട്ടിയത്. ഈ ഉണ്ണി അതിൽ കുറ്റക്കാരനല്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്തേക്കെടുത്ത ശ്വാസം പുറത്തേക്ക് വിട്ടപ്പോൾ തിരിച്ച് വീണ്ടും അകത്തേക്ക് എടുക്കുന്നതിൽ ജാഗ്രത കുറവുണ്ടായി, അല്ലാതെ ഉണ്ണി അതിൽ കുറ്റക്കാരനല്ല. അങ്ങനെയെല്ലാം കൂടി ഉണ്ണി റിലീസായി ജാമ്യത്തിലിറങ്ങി വീട്ടിൽ വന്ന് നോക്കുമ്പോൾ ഞങ്ങളും കുടുംബക്കാരും കൂട്ടുകാരും സുഹൃത്തുക്കളൊക്കെയാണ്.
വലിയ കമ്പനി ഒന്നുമില്ല നമ്മളൊന്നും ആയിട്ടും. ഒരു ദിവസം അവിടെ ചെന്ന് നോക്കുമ്പോൾ എന്താ സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ണീൻ്റെ ഈ പറഞ്ഞേക്കുന്ന ലൈലിയൊക്കെ ഉണ്ട് അവിടുന്ന് എന്ന് മറ്റു ഒച്ച ഉണ്ടാക്കുന്നത്. PP അനിൽകുമാറൊക്കെ ഉണ്ട്, ആകപ്പാട് എന്തെല്ലാം ഒരു കളി. ഞാനും കുട്ടിക്കൃഷ്ണ മാഷൊക്കെ ചെന്ന് നോക്കുന്നവരെ ഉണ്ണിയുണ്ട് ഈ ആട്ടുംകുട്ടീൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചിട്ടൊരു ചോദ്യമാണ്, എൻ്റെ പുത്തൻ ഡ്രൈവൻ ക്ലാസ്സിൽ നിന്ന് ചവിട്ടി പൊട്ടിച്ചില്ലടാ പട്ടി. അപ്പം ഞാൻ ചോദിച്ചു, അല്ല മാഷെ ഇവനെന്താ പറ്റിയേ? ഒന്നും മിണ്ടണ്ട, അടുത്ത എന്താ അവൻ്റെ പരിപാടി നോക്കുകയാണ്. പിന്നെ നോക്കുന്ന സമയത്ത് ഇവനെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോത്തിന് വെള്ളം തളിച്ചിട്ട് കറക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്, അകിടും തപ്പി നടക്കുക. അങ്ങനെ മാഷ് പറഞ്ഞ് ഇനി ഒന്നും നോക്കണ്ട. ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം പോത്തൊരു ചവിട്ടും ചവിട്ടി ഉണ്ണി പറന്നടിച്ചങ്ങ് പോവുകയും ചെയ്ത് നേരെ വന്ന് വീണ മാഷ മുന്നിലാ. മാഷോട് ഒറ്റ ചോദ്യം, A + - AB² + B² കറക്റ്റ് അല്ലേ മാഷേ? മാഷ് പറഞ്ഞു, ഉണ്ണി അത് കറക്റ്റ് അല്ലെങ്കിലും ഇനിയിപ്പോൾ അതിൻ്റെ പുറകെ പോണ്ട, തൽക്കാലം ഈ പുളി വെള്ളം കുടിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ കെട്ടൊന്ന് കറങ്ങട്ടെ. പ്രിയപ്പെട്ട കുട്ടികളെ, ഉണ്ണികളെ, എനിക്ക് നിങ്ങളോടൊരു കഥയെ പറയാനുള്ളൂ. പല ചുരുട്ടുന്നതും വലിക്കുന്നതും പോക്കുന്നതും ഒക്കെ നിങ്ങൾക്ക് പല സ്ഥലത്തുനിന്നും കിട്ടും, അതൊന്നും എടുത്ത് ഉപയോഗിക്കരുത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, താങ്ക് യു. ഗിനീഷ് ഗോവിന്ദ്, നല്ല പെർഫോമൻസ് ആയിരുന്നു. വെരി ഗുഡ്. ചേട്ടൻ പറഞ്ഞു ചോദിക്കാം, അസിസിക്ക. ജിനീഷേ, ഓസ് എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ് ജിനീഷ്. ജിനീഷിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളെ പൊളിറ്റിക്സ്, രാഷ്ട്രീയപരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ അറിയാവുന്ന ഒരു വ്യക്തിയാണ്. കാരണം എന്നെയൊക്കെ വെച്ചൊരു നമ്മുടെ ഒരു ചാനലിൽ ഒരു സംഭവമൊക്കെ ചെയ്തിട്ടുണ്ട്, നല്ല എപ്പിസോഡുകളാണ്, പക്ഷെ അത് വന്നിട്ടില്ല. പക്ഷേ ജിനീഷ് ഇപ്പോൾ തുടക്കം സാധാരണ സ്റ്റാൻഡപ്പ് കോമഡി എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു സാധനത്ത് നിന്ന് കണക്ട് ചെയ്ത് പക്ഷേ ആദ്യം പറഞ്ഞതായിരിക്കില്ല അവസാനം എത്തുന്നതും. പക്ഷേ ജിനീഷിൻ്റെ ഇതിലൊരു കണക്റ്റഡാണ്. പിന്നെ ഉണ്ണിയെക്കുറിച്ചൊരു തുടക്കം മുതലേ അവസാനം വരെ വന്ന് ലാസ്റ്റ് ഒരു മെസ്സേജിൽ നമുക്ക് സമൂഹത്തിന് വേണ്ടി അല്ലേ ഒരു ചെറിയൊരു മെസ്സേജ് തന്നു. പക്ഷേ ഹ്യൂമർ വളരെ കുറവായിരുന്നു, ഹ്യൂമർ ഇല്ല എന്ന് തന്നെയാണ് പറയാം. പക്ഷേ കൊള്ളാം, പെർഫോമൻസ് രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓൾ ദ ബെസ്റ്റ്. ഗിനീഷേ, ഹ്യൂമർ ഉണ്ടായിരുന്നു, അത് പറഞ്ഞപ്പോൾ ഹ്യൂമർ അല്ലാണ്ടായിപ്പോയി. ഗിനീഷിനെ സംബന്ധിച്ചിടത്തോളം ഗിനീഷിൻ്റെ പല നർമ്മങ്ങളും ഗിനീഷ് പറഞ്ഞാൽ മാത്രമേ ബാക്കിയുള്ളവർ ചിരിക്കുകയുള്ളൂ. അങ്ങനത്തെ നർമ്മങ്ങൾ പറയുന്ന ഒരാളാണ് ഗിനീഷ്. ബാക്കിയുള്ളവരുടെ ചില ശൈലികളിൽ ചില നല്ല തമാശ കേട്ടു, അത് ഞാൻ പറഞ്ഞാലും അസീസ് പറഞ്ഞാലും ഗിനീഷ് പറഞ്ഞാലും ഒക്കെ ആൾക്കാർ ഫസ്റ്റ് കേൾക്കുന്നവർ ചിരിക്കും. മറ്റു ചില തമാശകൾ ചിലർ പറഞ്ഞെങ്കിലേ അത് ചിരിക്കുകയുള്ളൂ എന്ന് പറയുന്നൊരു ഫിനിഷിംഗ് ഉണ്ട് അതിന്. അപ്പോൾ ഗിനീഷിൻ്റെ തമാശകൾക്ക് എപ്പോഴും അങ്ങനൊരു ശൈലിക്ക് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു. ഗിനീഷ് പറഞ്ഞ തമാശ കേട്ടെടുത്തിട്ട് ഞാൻ വേറെടുത്ത് പോയി പറഞ്ഞാൽ എനിക്ക് ആ ചിരി ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. അതുപോലത്തെ ശൈലിക്ക് പ്രാധാന്യമുള്ള തമാശകൾ പറയുന്ന ഒരാളാണ് ഗിനീഷ്. ഇന്നെന്തോ എനിക്ക് ഗിനീഷിൻ്റെ ഒരു കോൺഫിഡൻസ് ലെവൽ താഴെയായ പോലെ തോന്നി. അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ നമുക്ക്, അങ്ങനെ ഒരു കോൺഫിഡൻസ് ലെവൽ താഴെ വന്ന് നിന്നതുകൊണ്ട് തന്നെ കുറേ അധികം വിറ്റ് തീർന്നു എന്ന് നമ്മൾ അറിയേണ്ട ഒരു സ്ഥലമുണ്ടല്ലോ, അവിടെ വടി പിടിച്ച പോലെ അടുത്ത വിറ്റിലോട്ട് പറഞ്ഞുപോയി. അപ്പം കോടതിയിൽ നിന്ന് പറഞ്ഞു, ഇത് പുറത്തേക്ക് വിട്ട ശ്വാസം തിരിച്ചെടുക്കാനുള്ള ഒരു ജാഗ്രത കുറവാണ്. അപ്പം ഈ ഉണ്ണി ഇങ്ങനെ കണക്ഷൻ പോവുക, ജാഗ്രത കുറവാണ്, ഒരു ഫുൾ സ്റ്റോപ്പാണ്, അതൊരു വിറ്റാണ് എന്ന് നിർത്താതെ അവിടെയൊക്കെ നേരെ അടുത്തയിലോട്ട് പിടിച്ച് നമുക്കിടെ ഇത് എവിടെയാണ്, ഇത് വിടണം, കഴിഞ്ഞു, അടുത്ത കഥ തുടങ്ങി എന്നൊക്കെ ഉള്ളത് പോകുന്ന ചില സ്ഥലങ്ങൾ കറക്റ്റ് ഹുക്ക് ചെയ്ത് പിടിക്കാതെയാണ് ഇന്ന് പറഞ്ഞു പോയത്. അത് ഒന്നുകിൽ നമ്മൾ പലതവണ പ്രാക്ടീസ് ചെയ്തിട്ട് മെക്കാനിക്കലായി പോകുന്നതായിരിക്കും, അല്ലെങ്കിൽ ഞാനീ പറഞ്ഞ പോലെ നമുക്കൊരു എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ പോലെ ആവും ചില സന്ദർഭങ്ങളിൽ ചില പെർഫോമൻസുകൾ. അത് മത്സരമാണെങ്കിലും ഷോ ആണെങ്കിലും ചില കല്യാണത്തിന് പോയാലും ചിലയിടത്ത് നമ്മൾ വേറെ ചില സ്ഥലത്ത് നിൽക്കുമ്പോഴേക്കും എങ്ങനെയെങ്കിലും ഒന്ന് അതങ്ങ് തീർന്ന് കിടക്കുക എന്ന് പറയുന്നൊരു അവസ്ഥ നമുക്ക് വരുമ്പോൾ നമ്മളതിൻ്റെ ഫിനിഷിങ്ങിലോട്ട് നോക്കാതെ മുടി വെട്ടാനിരുന്ന ഒരു പർട്ടിക്കുലർ സമയം കഴിഞ്ഞിട്ട് പോലും വെട്ടി തരുന്നില്ലെങ്കിൽ നമ്മൾ പോയ ഡിസൈനൊക്കെ നമ്മൾ മാറ്റും. ചേട്ടാ ഒന്നും ചെയ്യേണ്ടത്, ഇവിടെയും കൂടെ എടുത്തു തരും, ഞാൻ പൊക്കോളാം എന്ന് പറയുന്നത് എപ്പോഴാണ് നമുക്ക് അവിടെ അസ്വസ്ഥമാകുമ്പോഴാണ്. അങ്ങനെ ഏതാണോ എന്നും എനിക്ക് തോന്നി. അതുകൊണ്ട് തമാശകൾ ഇച്ചിരി കുറഞ്ഞതുപോലെ തോന്നി. അതുകൊണ്ട് തമാശ ഉണ്ട് ഇതിനകത്ത്. ഗിനീഷ് ചിലപ്പോൾ ഇനി ഒന്നുകൂടെ പറഞ്ഞാൽ വേറെ സ്ഥലത്ത് പറഞ്ഞാൽ ചിരിക്കുന്ന ഏതൊക്കെയോ കുറേ തമാശകൾ പറഞ്ഞു പോയതിനകത്തുണ്ട്. ആ തണ്ണിമത്തങ്ങയും പാസിങ്ങും ഉണ്ണിയുടെ ഒരു പ്രണയവും കാര്യങ്ങൾ അതും ഇതൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഇത്തവണത്തെ എനിക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഫുൾ സ്റ്റോപ്പും കുത്തും കോമയും കറക്റ്റായിട്ട് പിടിക്കാതെ പറഞ്ഞതുപോലെ തോന്നി. അതുകൊണ്ടായിരിക്കും അസീസിനും തമാശ കുറഞ്ഞു, എനിക്കും തോന്നി തമാശ കുറവുള്ള പോലെ. സാധാരണ ഞാൻ പറഞ്ഞില്ല, നമ്മൾ പിഷു പറഞ്ഞതുപോലെ ഇവർക്ക് നമ്മൾ കോഴിക്കോട്
അതായത് ഗിരീഷിനൊക്കെ ഒരു ശൈലിയുണ്ട്, അത് ഇവർ പറഞ്ഞാൽ മാത്രമേ കേൾക്കുള്ളൂ. അതെ, അത് നമ്മൾ വേറെ ഒരു സ്ഥലത്ത് ഒരു ജില്ലയിലുള്ള കലാകാരന്മാർ പറഞ്ഞാൽ കേൾക്കില്ല. ഗിരീഷൊക്കെ ഒരുപാട്, അത് നമ്മളെ ഹരീഷ് കണാറിനൊക്കെ ചെയ്ത സ്കിറ്റുകളൊക്കെ ഒരുപാട് എഴുതിയിട്ടുള്ള വ്യക്തിയാണ്. നമ്മളൊക്കെ ചിരിച്ച് അല്ലേ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു ആർട്ടിസ്റ്റാണ്. ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചും പോയി. ഗംഭീരമായി, നന്നായി.